രാവിലെ 6 മുതൽ 8 വരെ 2 മണിക്കൂർ നേരം പാലക്കാട് അപൂർവ ഇനത്തിൽപ്പെട്ട കുറച്ച് ജ്യൂസുകൾ കിട്ടും. ചെമ്പരത്തിപ്പൂവ്, വാഴത്തണ്ട്, മണത്തക്കാളി, ചീര, പൊന്നാങ്കണ്ണി ചീര എന്നിങ്ങനെ കിടിലൻ ചേരുവകളുമായി ഒരു വ്യത്യസ്ത ജ്യൂസ്. വിശേഷങ്ങൾ കാണാം. പാലക്കാട് ചെറിയ കോട്ട മൈതാനത്തെ ഒരു കൗതുക കാഴ്ച, പുലർക്കാല കാഴ്ച. വളരെ വ്യത്യസ്തമായ കുറേ ജ്യൂസുകളും വെജിറ്റബിൾ സൂപ്പുകളും ഒക്കെയാണ് രാവിലെ 6 മണി മുതൽ 8 മണി വരെ ഇവിടെ നമുക്ക് കാണാൻ. ധാരാളം ആളുകൾ ഇവിടെ ഈ ജ്യൂസ് കുടിക്കാൻ എത്തുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നോക്കി അതിന് വളരെ വ്യത്യസ്തമായ സാധനങ്ങൾ. ബീട്രൂട്ട്, നെല്ലിക്കയൊക്കെ നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ട്. മണത്തങ്കാളി ചീര, പാലക്ക ചീര, മുരിങ്ങ ചീര, പൊന്നാങ്കണ്ണി ചീര, ഉലുവ ചീര, നാടൻ ചീര. എനിക്കൊന്നും പാലക്കാട് മാത്രം കിട്ടുന്ന ചില സ്പെഷ്യൽ സാധനങ്ങളുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ ചെമ്പരത്തിപ്പൂവിൻ്റെ ജ്യൂസ്, അത് സംഭവം കണ്ടിട്ട് വളരെ രസകരമായിട്ട് തോന്നുന്നു. കാരണം സാധാരണ നമ്മൾ ഈ ആളുകൾ കിളി പോയി എന്നൊക്കെ പറയുമ്പോഴേ അപ്പം ചെമ്പരത്തിപ്പൂ എടുത്ത് ചെവിയിൽ വെക്കുക എന്നൊക്കെ പറയുന്ന ഒരു നാടൻ ഭാഷയൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഈ പോയ ഇതൊക്കെ കിളികളൊക്കെ തിരിച്ചു വരാൻ വേണ്ടി പൂവിൻ്റെ ജ്യൂസ് കൊള്ളാമായിരിക്കും തോന്നുന്നു. എന്തായാലും ഈ ഒരു വ്യത്യസ്തമായ ജ്യൂസും സൂപ്പുകളും ഒക്കെ ആയിട്ട് ഉള്ള ആളെ തന്നെ നമുക്കൊന്ന് പരിചയപ്പെടാം. എത്ര കാലമായിട്ട് ഇതുണ്ട്? ഇതെങ്ങനെ ഒന്ന് തുടങ്ങാനുണ്ടായ കാരണം എന്താണ്? ഞാൻ 2019 മുതൽ ഇവിടെയുണ്ട്. കൊറോണയ്ക്ക് മുന്നേ കൊറോണ വന്ന സമയത്ത് കുറച്ച് ബ്രേക്കായി. വീണ്ടും ഇപ്പോൾ തുടങ്ങിയിട്ട് 1 വർഷം മേലെ. വ്യത്യസ്തമായ ജ്യൂസിൻ്റെ ഐഡിയ എവിടെ നിന്നാണ് കിട്ടിയത്? ഇത് ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി കുടിക്കാറുണ്ട്. അപ്പോൾ അപ്പോൾ ജനങ്ങൾക്കും ഇത് ഒരു ആരോഗ്യപ്രദമായ ഒരു ആയിരിക്കുന്ന കരുതി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഒരു ദിവസം കൊണ്ടുവന്നപ്പോൾ എല്ലാവരും വാങ്ങി കുടിച്ചു. ഇതിൽ വെളുത്തുള്ളി, കുരുമുളക്, ജീരകം അതുപോലുള്ള നമുക്ക് ആവശ്യമായ നല്ല ഗുണമുള്ള സാധനങ്ങളാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മളൊന്നും ചേർക്കില്ല. അതായത് മറ്റേ അജിനോമോട്ടോ അതുപോലുള്ള കാര്യങ്ങളൊന്നും ചേർക്കില്ല. ഫ്രഷായിട്ട് രാവിലെ ഉണ്ടാക്കിയിട്ട് വരും. 6 മണിക്ക് വന്നാൽ 8 മണിയാകുമ്പോൾ തീരുകയും ചെയ്യും. ഈ ഐറ്റംസ് കിട്ടാൻ പാടില്ല. ഇപ്പോൾ പലതും നാട്ടുമ്പുറത്തൊന്നും കിട്ടാത്ത സാധനങ്ങൾ, ഇതൊക്കെ എവിടെ നിന്നാണ് സംഘടിപ്പിക്കുന്നത്? മുരിങ്ങ, മറ്റുള്ള കാര്യങ്ങളും ഇപ്പോൾ അകത്തിച്ചീര അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തുനിന്ന് കിട്ടും. ചില ചീരകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോഴും. എന്നിരുന്നാലും ചില സമയത്ത് ചില വണ്ടിയിൽ ആളുകൾ കൊണ്ടുവരും. അപ്പോൾ അത് വാങ്ങിച്ച് അത് 1 മണിക്കൂറോളം മഞ്ഞപ്പൊടിയും ഉപ്പ് വെള്ളത്തിലും ഇട്ട് വയ്ക്കും. എന്നിട്ടാണ് നല്ല കഴുകി വൃത്തിയാക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ജ്യൂസിൻ്റെയൊക്കെ പ്രത്യേകത എന്താ ഉള്ളത്? ചെമ്പരത്തിപ്പൂ ഹാർട്ടിനും മറ്റുള്ള കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഓരോന്നും ഓരോ ഗുണങ്ങളാണ്. ഇപ്പോൾ മുരിങ്ങ ആകുമ്പോൾ നമുക്ക് ബ്ലഡ് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ ദഹന പ്രക്രിയ, കുരുമുളക് വെളുത്തുള്ളിക്കാണല്ലോ, അപ്പോൾ ദഹന പ്രക്രിയ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. അതുകൊണ്ട് ആരോഗ്യപ്രദമായതുകൊണ്ട് എല്ലാവരും അത് അന്ന് കുടിക്കുന്നുണ്ട്. ധാരാളം ആളുകൾ സ്ഥിരമായിട്ട് വരാറുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, അത് സ്ഥിരം കുടിക്കുന്ന ആളാണോ? ആരോഗ്യപരമായി ഇത് ഗുണപരമാണോ? എന്താണ് അഭിപ്രായം? നല്ലതാണ്. നമ്മൾ മറ്റ് ഇതിൽ വരുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സുകളൊക്കെ കഴിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ. പിന്നെ അത് സ്ഥിരമല്ല. രാവിലെ ഇങ്ങനെ ഇവർക്കൊരു പ്രൊമോഷൻ ആവട്ടെ, നമ്മൾ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണല്ലോ രാവിലെ ഇറങ്ങി വരുന്നത്. നോക്കുമ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. എന്നാലും പാലക്കാട് പൊതുവേ നല്ല ഊർജ്ജത്തോടു കൂടിയൊക്കെയാണ് ആൾക്കാർ നിൽക്കുന്നത്. അവരെ വളരെ വ്യായാമമൊക്കെ നമുക്ക് ചുറ്റും ചെയ്യുന്നവരെ കാണാൻ കഴിയും. തീർച്ചയായും അവർ വ്യായാമമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്ഥിരമായി വന്ന് കുടിക്കുന്നവർക്ക് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടാവുക. ഇത്തരം വെജിറ്റബിൾ, അതായത് പച്ചക്കറി മാത്രമുള്ള അതിൽ വ്യത്യസ്തമായ ഇതുള്ള ജ്യൂസുകൾ അത് തയ്യാറാക്കുന്ന രീതിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ അതിനിടയ്ക്ക് ജ്യൂസിൻ്റെ വിശേഷം ചോദിച്ചപ്പോൾ നേരിട്ട് പരിചയപ്പെടാൻ മറന്നുപോയി. പേരും ഇതെങ്ങനെ അതിനകത്തേക്ക് വന്നതെന്നൊക്കെ ഒന്ന് പറയുമോ? എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഞാൻ അതിലേക്ക് വന്നത് ജസ്റ്റ് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. മക്കളൊക്കെ എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ ശരി, അങ്ങനെ ഒരു വൈഫാണ് ഇത് അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞത്, നമുക്കെന്നാൽ കൊണ്ടുപോവാം എന്ന് നോക്കിയത്. അപ്പോൾ കൊറോണ ആ സമയത്തൊക്കെ വന്ന് അതിന് മുന്നേ കൊണ്ടുവന്നപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായി, കഴിക്കാൻ തുടങ്ങി. ആരോഗ്യപ്രദമായതുകൊണ്ടാണല്ലോ എല്ലാവരും വരുന്നത്. അതാണ്. എന്തായാലും വളരെ വ്യത്യസ്തമായൊരു ഇനിഷ്യേറ്റീവാണ് ഉണ്ണികൃഷ്ണൻ്റേത്. പ്രത്യേകിച്ച് പാലക്കാട് ഈ തെരഞ്ഞെടുപ്പ് ചൂടും ഒക്കെ നിൽക്കുമ്പോൾ ആ ക്ഷീണമൊക്കെ മാറി നല്ല ഊർജ്ജസ്വലമായി മാറാൻ സഹായിക്കുന്ന ഒരുതരം കോമ്പിനേഷനാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും വളരെ വ്യത്യസ്തമായൊരു കാഴ്ചയാണ് പാലക്കാട്ടെ ഈ ചെറിയ കോട്ട മൈതാനത്ത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്.